ഗോഡ് ക്രിയേറ്റഡ് ദൈവം വാക്കുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചു. എന്നാൽ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയെക്കുറിച്ച്, ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രിയേഷനെ കുറിച്ച് ഒരു ഇലസ്ട്രേഷൻ ആൻഡ് റീക്രിയേഷനാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. സ്തോത്രം. ഗബ്രിയേൽ, മിഖായേൽ, വേറെ എവിടെയായിട്ടൊന്ന് വന്നേ, എൻ്റെ കയ്യ മുഴുവൻ ചെളിയല്ല, അതിനൊന്ന് വെള്ളം ഒഴിച്ച് തന്നിടാം. മാസ്റ്റർ, വി ആർ ടയേർഡ്, ക്ഷീണിച്ചു. Since morning we are working with you, Master. But I am not tired. Master, you are the Almighty God. And you have the power. But we are your creation and we are tired. You will not get tiredness, or you are never going to sleep also. Sorry, ക്ഷമിക്കണം. നീ ഉറങ്ങത്തുമില്ല, മയങ്ങത്തുമില്ല. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിന്റെ ക്രിയേഷൻ അല്ലേ. ഹല്ലേലൂയ. ടേക്ക് പവർ ഫ്രം മീ. എന്നിൽ നിന്ന് നീ ആ പവർ സ്വീകരിക്കുക. യെസ്, ഐ ഗോട്ട് ദ പവർ. മിഖായേൽ, സോപ്പെടുത്തുള്ളൂ, ഓടിവാ. പോർത്തവാ, കല്ലിൽ വെള്ളം ഒഴിച്ചാൽ ടോട്ടലി സോയിൽഡ് വിത്ത് ദ ക്ലേ വിച്ച് ഐ മേഡ്. ഞാൻ മണ്ണ് കുഴച്ചതിൻ്റെ കയ്യിലെല്ലാം ഇരിക്കുന്നു. ബൈ ദ ബൈ, മാസ്റ്റർ, ഈ ഉണ്ടാക്കി വെച്ച ഈ സാധനം ഇത് നിന്നെ പോലെ ഇരിക്കുന്നില്ല. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് ഹ്യൂമൻ ബീങ്, മനുഷ്യനോ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നാളെ പ്രഭാതത്തിൽ വർക്ക്ഷോപ്പിൽ ഞാൻ ഒരു അത്ഭുതം ചെയ്യാം. യെസ് മാസ്റ്റർ, വാട്ട് എവർ യു ആർ ഡൂയിങ് ഈസ് വെരി വണ്ടർഫുൾ തിങ്സ്. ഹല്ലേലൂയ. ഇപ്പോൾ ക്ഷീണമല്ലേ, പോയി കിടന്നുറങ്ങുക. നാളെ ഏർലി മോർണിംഗ് വർക്ക്ഷോപ്പിൽ വരണം. അതുവരെ ഇത് കിടന്നൊന്ന് ഉണങ്ങിക്കോളും. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഇത് ഉണങ്ങിയല്ലോ. നീ ഇപ്പോൾ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഞാൻ അതിന് മൂക്കിലോട്ട് എൻ്റെ ശ്വാസം ബ്രീത്ത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വി വാണ്ട് ടു സീ ദാറ്റ് മിറാക്കിൾ. ഓടണ്ടടാ. ഇത് മനുഷ്യനാണ്, ഒരു ക്രിയേഷൻ. നീ എന്തിനാ ഓടുന്നത്? നീ വന്നേ. അത് എണ്ണീറ്റിരുന്നല്ലോ, അനങ്ങുന്നല്ലോ. ഇതിൻ്റെ പേരാണ് മനുഷ്യൻ. അതിന് ഞാനൊരു പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട്. അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, നല്ല കാര്യം. ആഫ്റ്റർ 2 days ഗബ്രിയേൽ അവനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെല്ല അവനെ വിട്ടത്. ഒന്ന് നോക്കി, എവിടെയാണ് മാസ്റ്റർ? അവൻ അങ്ങ് ആ മൂലയ്ക്ക് മാറി ഒറ്റയ്ക്കിരിക്കുന്നു. എന്താ പ്രശ്നം? നീ എന്നെ ഒറ്റയ്ക്കിരിക്കുന്നു? നീ എല്ലാത്തിനെയും ആണും പെണ്ണുമായി സൃഷ്ടിച്ച് എന്നെയാണ്ട് ഒറ്റയ്ക്ക്. എനിക്ക് പറ്റുന്ന ഒരു തുണ ഇതിനകത്തില്ല. പശു, പട്ടി, പൂച്ച, പാമ്പം, ഇതിൽ നിന്നൊക്കെ എനിക്ക് തുണ പറ്റുകയില്ല. എനിക്ക് ഇതറിയാൻ വേണ്ടിയാ നിനക്ക് ഞാനൊരു തുണ തരാൻ. തുണ നിന്നിൽ തന്നെയുണ്ട്. കം ഓൺ, ടുമോറോ മോർണിംഗ് കം ടു ദ വർക്ക്ഷോപ്പ്. പിറ്റേ ദിവസം രാവിലെ ദൈവവും മിഖായേലും ഗബ്രിയേലും വർക്ക്ഷോപ്പിൽ ചെല്ലുന്നു. ആ മേശപ്പുറത്ത് ആദമിനോട് കിടക്കാൻ പറയുന്നു. ആദം കിടന്നു. വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് കോൾഡ് അനസ്തേഷ്യ. അവൻ ഇനി ഒരു 5-6 മണിക്കൂർ എണ്ണിക്കല്ലാന്ന് ഉറങ്ങി. ബട്ട് ഹി ലുക്സ് ലൈക്ക് എ ഡെഡ് പേഴ്സൺ. നോ, അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനുണ്ട്. അവൻ ഉറങ്ങുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സർജറി നീ ശ്രദ്ധിച്ചോണം. ഞാൻ ഒരു എക്സ്ട്രാ ബോൺ അവൻ്റെ റിബിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിങ്ങോട്ട് എടുക്കുകയാണ്. ഇത് പിടിച്ചോ. ഇത് ഉണങ്ങിയാലേ അതിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കണോ. ഉണങ്ങുന്ന വരെ നിങ്ങൾ 2 പേരും ഈ ഹഡ്ഡി സൂക്ഷിച്ച് പിടിച്ചോണ്ടിരിക്കണം. ഓക്കെ. ഞാൻ അപ്പോഴത്തെ ഓഫീസിൽ പോയി ചില കാര്യങ്ങൾ നോട്ട് എഴുതാമെങ്കിൽ ഞാനതെല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് ഫീഡ് ചെയ്തിട്ട് വരാം. 1 മണിക്കൂർ. ഗബ്രിയേലെ, ഞാൻ ഉറങ്ങിയിട്ട് 3 ദിവസമായി. ഞാനും അങ്ങനെ തന്നെ. മിഖായേൽ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ടേൾ വെച്ച് ഉറങ്ങാം. ശരി, ഈ ഹഡ്ഡി, ഈ എല്ല് നീ പിടിക്ക്, ഞാൻ ഉറങ്ങാം. അത് കഴിഞ്ഞ് നീ എല്ല് പിടിക്ക്, നീ ഉറങ്ങിക്കോ. ശരി, ഉറങ്ങാൻ തുടങ്ങി. അല്പം സമയം കഴിഞ്ഞപ്പോൾ 2 പേരും ഉറങ്ങിപ്പോയി. ഈ സമയത്താണ് ലൂസിഫർ അതിലെ കയറി വന്നത്. 2 ഉറക്കമാണ്.
പതുക്കെ ചെന്ന് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ചു. രണ്ടുപേരും ഉണർന്നു. നിങ്ങളെ ദൈവം ഒരു കാര്യം ഉത്തരവാദിത്തപ്പെടുത്തി ഇരുത്തിയതല്ലേ? Where is your responsibility? Where is the bond which I gave you? God gave you. അത് നീ കായല്ലോ, എൻ്റെ ഇല്ല. എന്നാൽ പിന്നെ എൻ്റെ ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? അത് എൻ്റെ ഉണ്ട്, ദേ ഇരിക്കുന്നു. ചോണയുണ്ടേ മേടിച്ചോ, ഓടി കേൾക്കാനും. അങ്ങനെ വിട്ടാൽ ഒക്കെ അല്ല. ഗബ്രിയേലും മിഖായേലും കുറേ ഓടി ഉസൈൻ ബോൾട്ടിനെ ട്രെയിനിങ് കൊടുത്ത പാർട്ടിയാണ് ഈ ലൂസിഫർ. ഒരു രക്ഷയില്ല. ചെന്നിട്ട് അവസാനം നരകത്തിലോട്ട് ചാടുന്നതിന്റെ വാലിനെ പിടിച്ചു. പിടിയടാ, ഇപ്പൊ പോകുന്നതിന് കൂടെ പിടിക്കണം. രണ്ടുപേരും കൂടെ പിടിച്ചു. അതാണ് വാലിന്റെ കുറച്ച് ഒടിഞ്ഞ് കഴിഞ്ഞു. ലൂസിഫർ പോവുകയും ചെയ്യും. ഇതിപ്പോ എന്നാ ചെയ്യും? ആഫ്റ്റർ 1 hour God is coming to ask you about the board. What will you do? We are in trouble. ചിന്തിക്കണ, എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. ഒരു ഐഡിയ, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും പിടിച്ചോണ്ട് നമുക്ക് ഇരിക്കാം. സ്തോത്രം. ആർക്കും മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകേണ്ടതെന്നും എല്ലാം പോയി നരകത്തിലോട്ട്. സ്ത്രീയെ ഉണ്ടാക്കാനുള്ള ഇപ്പം ഇരിക്കുന്ന ഹഡ്ഡി ഏതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ആൻഡ് ലീവിങ് ദാറ്റ് ഫോർ യുവർ ഇമാജിനേഷൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ പാപ്പിൻ്റെ പുറകെ ഹവ്വ നടന്നതിൻ്റെ കാര്യം? ഹി ഓൾവേസ് ഹാഡ് ആൻ അഫിനിറ്റി ടുവേഴ്സ് ലൂസിഫർ. ഷാജിനോട് അവനൊരു കണക്ഷൻ ഉണ്ട്. കാരണം ആദാമിൻ്റെ എല്ലാം നരകത്തിൽ പോയി. ഇപ്പോൾ സ്ത്രീ ആയിരിക്കുന്നത് വരാനും ജിജി സിസ്റ്റർക്ക് മനസ്സിലായോ? പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം അസ്ഥി മാറിപ്പോയതാണ്. മനസ്സിലായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.